മെറ്റാലിക് ബ്ലൂ കളറിലെ രണ്ട് അടിപൊളി ഫോർച്യൂണർ നമ്മുടെ യാർഡിൽ ഒരുപാട് ഫോർച്യൂണേഴ്സിൻ്റെ ഏകദേശം ഒക്കെ നമ്മളത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇത് രണ്ടും ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ്. രണ്ട് വാഹനങ്ങളും വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം, ഒന്ന് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. ഒന്ന് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, 2012 മോഡൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 4x4 മാനുവൽ കേട്ടോ. ഈ രണ്ട് വാഹനങ്ങളും ബ്ലൂ മെറ്റാലിക് കളറിലാണ് വരുന്നത്. രണ്ട് വാഹനങ്ങളും അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ്. ഈ രണ്ട് വാഹനങ്ങളും 11 ലക്ഷം രൂപ ഫിക്സ്ഡ് റേറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2012 മോഡൽ 2 വീലർ ഓട്ടോമാറ്റിക്, ഇത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,60,000 കിലോമീറ്ററാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. ഈ വാഹനം കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഇതേ കണ്ടീഷനിൽ കേട്ടോ, ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ട് ഇതേ കണ്ടീഷനിൽ നമുക്ക് 11 ലക്ഷം റുപ്യക്ക് ഫിക്സ്ഡ് റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ഇത് GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്ലാക്കിലാക്കേണ്ടവർക്ക് ബ്ലാക്കിലാക്കിയിട്ട് ഫുള്ള് GR സ്പോർട്ടിൻ്റെ കിറ്റ് കാര്യങ്ങൾ, അതേപോലെ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. ഇൻഷുറൻസും ടൈം ഉണ്ട് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ഡിക്കി ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഡോറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടേജ് ഭാഗത്തൊന്നും വേറെ എവിടെയും മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. അതേപോലെ ഇത് 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 4x4 മാനുവലാണ് വരുന്നത് കേട്ടോ. ഈ വാഹനം നിങ്ങൾക്ക് NOCയിലെ പ്രൈസാണ് 11 ലക്ഷം റുപ്യ ഫിക്സ്ഡ് റേറ്റ് ആണ്. എക്സ്ട്രാ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം കേട്ടോ. കേരള ടാക്സ് നിങ്ങൾ അടക്കണം. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. കമ്പനി പെയിൻറ്റിൻ്റെ കൂടുതൽ വരുന്നത് കേട്ടോ. ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്പോൾ കയറിയില്ല. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40% 30% ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ. ഇൻഷുറൻസ് പുതിയാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങൾ ലെതർ സീറ്റ് വൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ പിയാനോ ബ്ലാക്കിൽ പ്രാഡോ ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഫ്രണ്ടേജ് ഭാഗത്തൊക്കെ വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വാഷറിൻ്റെ ഈ ഒരു അടപ്പൂടല്ല. അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലേ വന്നതേ കണ്ടീഷനിലായതുകൊണ്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ബോഡി കാര്യങ്ങളൊക്കെ കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്നൊരു ബോഡി തന്നെ കേട്ടോ. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40% 4 ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പം LED ടൈലാമ്പാണ് വരുന്നത്. നമ്മൾ BMW ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ കമ്പനി സീറ്റ് കവർ തന്നെ നിലവിലുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. കമ്പനി സെറ്റ് ഒഴിവാക്കിയിട്ട് പയനിയറിൻ്റെ സെറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റ് വൈസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ബാക്ക് സീറ്റ് കവർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. കമ്പനി ലെതർ സീറ്റ് കവർ തന്നെയാണ്. ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ വാഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്രോണിൻ്റെ സൈഡ് വേറൊരു ഭാഗത്തും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. അതേപോലെ 2012 2 വീലർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,60,000 കിലോമീറ്ററാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തില്ല. വന്ന കണ്ടീഷനിലാണ്. ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്താൽ അവിടെ തന്നെ ചെയ്താണ്. വേറെ ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല കേട്ടോ. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു 80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. കമ്പനി ഗ്രില്ല് കാര്യങ്ങളൊക്കെ നിലവിലില്ല കേട്ടോ. അതേപോലെ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് GR സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാൻ കഴിയും. അതല്ല ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് 11 ലക്ഷം റുപ്യ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. അതേപോലെ ഇതിനൊക്കെ ചെറിയ മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹെഡ്ലൈറ്റ് വേറെ ഉണ്ട്. അതുവാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തരാൻ കഴിയും. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും ഇല്ല. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഈ ഒരു ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റിങ് ചെയ്യാനുണ്ട് കേട്ടോ. വന്നതേ കണ്ടീഷനിലായതുകൊണ്ട് ആ ഒരു ചെറിയ നിരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് തരാൻ കഴിയും കേട്ടോ. ബോഡിമേലൊന്നും എവിടെയും നിങ്ങൾക്ക് ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ചെറിയ ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കൊടുത്ത് ചെറിയ ടച്ചിങ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയിലാക്കി തരും കേട്ടോ. ബാക്ക് ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. സ്റ്റോക്ക് കണ്ടീഷനിലാണ് ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് ഭാഗത്തൊന്നും എവിടെയില്ല. ഈ ഒരു ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് 7 സീറ്റ് വാഹനം തന്നെയാണ് ഈ ഫോർച്യൂണർ കംപ്ലീറ്റ് വരുന്നത്. എന്നാലും ഈ ഒരു വാഹനം നമുക്ക് ബാക്കിലും ബക്കറ്റ് സീറ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റും ബക്കറ്റ് സീറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നോവക്കാണ് കൂടുതലും ഇങ്ങനെ വരാറ്. ഇത് നമുക്ക് എക്സ്ട്രാ ചെയ്തതാണ് അവർ. ബാക്ക് ഭാഗത്തും ബക്കറ്റ് സീറ്റ് തന്നെ ഉള്ളത്. അതേപോലെ ഫ്രണ്ടേജ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ കമ്പനി സെറ്റ് കാര്യങ്ങൾ, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. സീറ്റ് വൈസൊക്കെ നല്ല അടിപൊളി സീറ്റ് വൈസാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് കാണുന്നുണ്ട്. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വണ്ടി കാണാതെ കൂടുതൽ അഡ്വാൻസ് തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഡോറ് മാറിയിട്ടുണ്ട്. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തോ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും എവിടെയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. ആ ഒരു ഡോറ് ചെറിയ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ തട്ടുമുട്ട് സംഭവിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ ക്ലെയിം ചെയ്യുന്നതാണ് അവർ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗമാണെങ്കിലും അപ്രോണിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളാണെങ്കിലും ഈ ഫ്രണ്ടേജ് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ. ഇവിടെ ഈ ഒരു കാലിൻ്റെ അവിടെ ചെറിയ പരിക്കുണ്ട്. ഇതൊക്കെ ചെറിയ ഒരു ബൈക്ക് വന്ന് തട്ടിയാൽ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ട് പിന്നെ നിളങ്ങി പോകും കേട്ടോ. അങ്ങനത്തെ ഏരിയയാണത്. വേറെ ഈ ഫ്രണ്ടേജ് ഭാഗത്തൊന്നും വേറെ മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിന് നമുക്ക് കാണിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ശരിക്കും ഓഫർ പ്രൈസിൽ തന്നെ പറയട്ടോ. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന 2012 ടൂ വീലർ ഓട്ടോമാറ്റിക് നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് 11 ലക്ഷം റുപ്യക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ 2014 4x4 NOCയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ നമ്പർ ആക്കിയിട്ടല്ല. ഇതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ അടക്കണം. ഇത് നമുക്ക് NOCയിൽ 11 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ കഴിയും. ഈ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്, ഫ്ലഡ് കാര്യങ്ങൾ, മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മേജർ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും കൂടി തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.